ഹായ് ഹലോ, നമുക്കിന്നൊരു വ്യത്യസ്തമായ സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇനി സേമിയ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനായി നമുക്ക് ചെറിയ സേമിയ എടുക്കാം. അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് 2 ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പാലും 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായി ഒരു ഉരുളി വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് നന്നായി വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ ഉരുളിയിൽ തന്നെ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായി നമ്മളെടുത്ത് വെച്ച 1/2 ലിറ്റർ പാലും അതിൻ്റെ കൂടെ 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട കുത്തും. നമ്മൾ ചേർത്ത പാടന്നെ നന്നായി ഇളക്കിയെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് ഒരു 3 മിനിറ്റ് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. ഇത് കുനാഫ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പായസം റെഡിയായി കിട്ടും. അപ്പം നമ്മൾ ക്യാരറ്റും വേവിച്ചതാണല്ലോ. ഇനി നമുക്കിതിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് പായസം വേണ്ടത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പായസത്തിൻ്റെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചതച്ച ഏലക്കായയും നമ്മുടെ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മേഡും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തതും കൂടെ ചേർത്താൽ നമ്മുടെ പായസം റെഡിയാവും. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർക്കണേ പായസത്തിൽ. നമുക്കൊരു അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ സേമിയ പായസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ പായസത്തിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ പായസം ഉണ്ടാക്കിയാൽ സേമിയ പായസം ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടും. നമ്മുടെ പായസം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വീട്ടിൽ വല്ല ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ നല്ല വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലും ഷോർട്സിലുമായിട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കണേ. ലൈക്കും തരണേ. ഈ രീതിയിൽ പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി ഓണമല്ലേ വരാൻ പോകുന്നത്, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.